പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് ആയാലും ജയിൽ മുറി ആയാലും അച്ഛനിപ്പോൾ ഒരുപോലെയാ. പിന്നെ അച്ഛന് മോളോടൊരു കാര്യം പറയാനുണ്ട്. ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലെന്നറിയാം, എന്നാലും അച്ഛൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുക. അച്ഛൻ ജയിലിലായാലും സാരമില്ല. നന്ദന്റെ കാര്യങ്ങളിൽ എന്ന പോലെ കമ്പനി കാര്യങ്ങളിലും ഇനി മോളുടെ ഒരു ശ്രദ്ധ വേണം. നന്ദൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇനി മോള് വേണം ചെയ്യാൻ. അച്ഛൻ പറയുന്ന എന്ത് കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാ. കമ്പനി കാര്യങ്ങളിൽ നന്ദനില്ലാത്തതിന്റെ കുറവുണ്ടാവരുത്. താൻ കാറിലിരിക്കെ, ഞാൻ വക്കീലിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, എവിടെ നിന്റെ കൃഷ്ണഭദ്രൻ വക്കീല്? അയാൾ വിചാരിച്ചിട്ടെന്താ ജാമ്യം കിട്ടാതെ പോയത്? നീ കണ്ടില്ലേ? നീ വിളിച്ചിട്ട് അച്ഛൻ നിന്നൊന്ന് നോക്കിയത് പോലും ഇല്ല. അതിന്റെ കാരണം എന്താന്നുള്ളതേ എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് തന്നെയാ. നെല്ലിശ്ശേരി വീട് തൊലയ്ക്കാൻ വേണ്ടിയാണോടി നിന്റെ ഈ ജന്മം? അച്ഛന് നിന്നോടിപ്പോ വെറുപ്പാ. ഓരോ കുത്തിത്തിരിപ്പുകൾ നടത്തി അച്ഛന്റെ മനസ്സിൽ എന്നോടുള്ള വെറുപ്പ് നിറയ്ക്കാൻ എഴുതിക്ക് ഇപ്പൊ കഴിഞ്ഞു. അച്ഛൻ എന്നോട് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഇതൊക്കെ അച്ഛൻ തിരിച്ചറിയുന്നൊരു ദിവസം വരും. അങ്ങനെ കരുതി ആശ്വസിച്ച് കാത്തിരുന്നോ നീ? ഇപ്പൊ നീ കേട്ടല്ലോ, ഓഫീസിലെ കാര്യങ്ങൾ കൂടി അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നന്ദേട്ടന്റെ ചുമതലകൾ ആരെങ്കിലും ചെയ്യണ്ടേ? അത് ഞാൻ തന്നെ ചെയ്താൽ മതി എന്നാ അച്ഛന്റെ തീരുമാനം. അച്ഛന്റെ ഇപ്പോഴത്തെ തെറ്റിദ്ധാരണയൊക്കെ മാറും. അവസാന വിജയം സത്യത്തിന് മാത്രമായിരിക്കും. ഇരുട്ടുകൊണ്ട് എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം സത്യങ്ങളെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണെന്ന് അന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. അന്ന് ഇപ്പൊ എന്നെ അവഗണിച്ചിട്ട് പോയി ഈ അച്ഛൻ തന്നെ നിങ്ങളെ നെല്ലിശ്ശേരിന്ന് പടിയിറക്കി വിടും. അതിനുവേണ്ടി കാത്തിരുന്നു നിങ്ങൾ. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നോട് എതിർത്തവരെല്ലാം അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോ നന്ദേട്ടൻ കിടക്കുന്ന കാഴ്ചയും നീ കാണുന്നില്ലേ? അച്ഛൻ ജാമ്യത്തിൽ ഇറങ്ങിയൊന്ന് വന്നോട്ടെ. ഇപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ നീ കുറിച്ചു വെച്ചോ. ആദ്യം നെല്ലിശ്ശേരിയിൽ നിന്ന് പടിയിറങ്ങി പോകുന്നത് നീ ആയിരിക്കും.